വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന 55 പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നൻസി സിംറ്റംസും ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇടുന്നില്ല, ഒരു ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ ഞാൻ ഫസ്റ്റ് പാർട്ട് അപ്ഡേറ്റ് ചെയ്യാം, ഉച്ചയ്ക്ക് നിങ്ങൾ സെക്കൻഡ് പാർട്ട് ഒരു 12 o'clock വീഡിയോയ്ക്ക് സെക്കൻഡ് പാർട്ട് കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന എല്ലാ പ്രഗ്നൻസി ലക്ഷണങ്ങളും കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിലും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ സ്ത്രീകളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഡേറ്റ് മിസ്സായിട്ട് 5 days കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് മിസ്ഡ് പീരീഡ് ആണ്. നമുക്ക് പ്രഗ്നൻസി ആയി എന്ന് കൺഫേം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് മിസ്ഡ് പീരീഡും അതുപോലെ തന്നെ 2 weeks കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ഒരു റിസൾട്ടും. ഇപ്പോൾ ഈ പീരീഡ് മിസ്സാകുന്നത് ഏകദേശം ഇപ്പോൾ PCOD ഉള്ളവർക്കും അങ്ങനെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഉള്ളവർക്കൊക്കെ പീരീഡ് മിസ്സാവാറുണ്ട്. പക്ഷേ ഈ പീരീഡ് മിസ്സായതിനു ശേഷം നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടണമല്ലോ. അപ്പോൾ പീരീഡ് മിസ്സായി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്താ പറയുക സിംറ്റംസും കൂടി പുറകെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന്. ദെൻ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ്. പലരും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിനെ നെഗറ്റീവ് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം ചിലർക്കൊക്കെ പീരീഡ് മിസ്സാവുന്നതിന് മുൻപ് തന്നെയായിട്ട് പ്രീമെൻസ്ട്രൽ സ്പോട്ടിങ്ങും പ്രീമെൻസ്ട്രൽ ബ്ലീഡിങ്ങും ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ പീരീഡ് വരുന്നതിൻ്റെ ഒരു മുന്നൊരുക്കം പോലെ നമുക്ക് വരുന്നതാണ്. ഭയങ്കര ഡാർക്കായിട്ടുള്ള റെഡിൽ ഉണ്ടാകുന്നതായിരിക്കും ഈ പ്രീമെൻസ്ട്രൽ സ്പോട്ടിങ്ങും പ്രീമെൻസ്ട്രൽ ഡിസ്ചാർജും പ്രീമെൻസ്ട്രൽ ബ്ലീഡിങ്ങും. പക്ഷേ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിൽ ഉണ്ടാകുന്ന ചെറിയ സ്പോട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നതായിരിക്കും ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 48 hours അല്ലെങ്കിൽ ഒരു 2, 3, 4 ദിവസം ചിലപ്പോൾ ഒരു ചെറിയ തുള്ളികളായിട്ടായിരിക്കും ഇത് ഉണ്ടാകുന്നത്. നമുക്ക് ഒരു പാഡ് പോലും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. അതാണ് സെക്കൻഡ് വൺ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഡാർക്കനിങ് ഓഫ് സ്കിൻ. ഈ സ്കിൻ ഡാർക്കനായി വരുന്നത് എസ്പെഷ്യലി മെലാനിൻ കൂടുതലുള്ള പ്ലേസിലായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഭാഗമെല്ലാം കറുപ്പായിട്ട് മാറും. ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ബ്രസ്റ്റിന് ഒരു ചേഞ്ചസ് അനുഭവപ്പെടും. ദെൻ നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിൽ അനുഭവപ്പെടുന്ന ചേഞ്ചസ് ആണ്. നിങ്ങൾ അനുഭവപ്പെടുന്ന ഹോർമോൺ ലെവൽസിലുള്ള ഫ്ലക്ച്വേഷൻസും അതുപോലെ നിങ്ങൾക്ക് BP ഇൻക്രീസ് ആവുന്നത് കൊണ്ടിട്ടും പ്രഗ്നൻസി ടൈമിൽ BP ഇൻക്രീസ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ BP ഇൻക്രീസ് ആവുന്നത് കൊണ്ടിട്ടും നിങ്ങളുടെ നഖം തിന്നറാകാനും അതുപോലെ നഖത്തിൽ ഒരുപാട് ക്രാക്സ് വീഴാനും പെട്ടെന്ന് നഖം വളരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ദെൻ അടുത്ത അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് ബ്രഷ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പ്രോബ്ലമാണ്. ബ്രഷിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വരും. രാവിലെ ഏർലി മോർണിംഗ് ബ്രഷ് ചെയ്യുമ്പോൾ കേട്ടോ. നൈറ്റ് ടൈമിൽ ബ്രഷ് ചെയ്യുമ്പോൾ ആ ഒരു സിംറ്റം കുറവാണ്. പക്ഷേ ഏർലി മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ബ്രഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്രഷിങ് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അതുപോലെ തന്നെ മോണയുടെ ഭാഗത്തുമൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടും. അടുത്തതെന്ന് പറയുന്നത് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വായയിൽ ഒരു ചവർപ്പ് പോലത്തെ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ടേസ്റ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ ഒരു രീതി ഉണ്ടാകുന്നത് നമുക്ക് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസമാണ്. ഈ ബോഡി ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ടും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അനുഭവപ്പെടാം. പക്ഷേ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശരീരം ശ്രദ്ധിക്കുക, പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകും. അപ്പോൾ ഒരു തെർമോമീറ്റർ വെച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓരോ സമയത്ത് നിങ്ങൾക്ക് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതായിട്ട് തോന്നും, പനി വരാൻ പോകുന്നതായിട്ടുള്ള നമുക്ക് ശരീരത്തിൽ ചൂട് കൂടുന്നതായിട്ട് അനുഭവപ്പെടും കേട്ടോ. ഓക്കെ, എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വജൈനൽ ഡിസ്ചാർജിൽ വരുന്ന വ്യത്യാസം. വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾ ഗർഭിണിയാകുമ്പോൾ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോസ് 3 ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എഗ് വൈറ്റ് ആയിരിക്കും ഓവുലേഷൻ സമയത്ത് ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. ഓവുലേഷൻ നടക്കുകയാണ്, നിങ്ങളുടെ എഗ്ഗ് പുറത്ത് വരാറായി എന്ന് അനുഭവപ്പെടുമ്പോഴേക്കും ആ ഓവുലേഷൻ ഡിസ്ചാർജ് നിങ്ങളിൽ വരുന്നത് ഒരു എഗ് വൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലായിരിക്കും. പക്ഷേ നിങ്ങൾ ഗർഭിണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ചാർജ് വരുന്നതിൽ കുറച്ച് വൈറ്റ് ഷെയ്ഡും കൂടി ഉണ്ടാകും. ഓവുലേഷൻ ഡിസ്ചാർജിന് കളർ ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ട് അനുഭവപ്പെടുന്ന ഡിസ്ചാർജിന് കുറച്ച് വൈറ്റ് കളറും കൂടി ചേർന്നിട്ടായിരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കാം. കാരണം ഓവുലേഷൻ ഡിസ്ചാർജിൻ്റെ അതേ ടെക്സ്ചറിലായിരിക്കും നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഡിസ്ചാർജ് ആയിരിക്കും അനുഭവപ്പെടുന്നത് കേട്ടോ. ഈ വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ കൂടി വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. ഇതിൻ്റെ അടുത്തത് വിവിഡ് ഡ്രീംസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു പരസ്പരം എന്തോ ഇല്ലാത്ത സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണും നമ്മുടെ ഏറ്റവും അടുത്ത് ആരെങ്കിലും മരിച്ചു പോയെന്ന് കാണും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തായി പട്ടി, പൂച്ച, പുലി, പ്രേതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വപ്നം കാണാനായിട്ട് തുടങ്ങും. ഈ വിവിഡ് ഡ്രീംസ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഹോർമോൺ ഫ്ലക്ച്വേഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. ദെൻ 10ാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഒരു ഇൻറ്റ്യൂഷൻ. അതായത് നമ്മളൊരു മാതൃത്വം എന്നുള്ളൊരു ഫീലിങ്ങിലോട്ട് നമ്മൾ കടക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം തയ്യാറാകുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ മനസ്സും തയ്യാറാവാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഇൻറ്റ്യൂഷൻ വരും.
ഒന്ന് ഞാൻ അമ്മയാകാൻ പോവുകയാണോ എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ നമുക്ക് അനുഭവപ്പെടും. എൻ്റെ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുമായിരുന്നു. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഓരോ ചിന്തകൾ, ഒരു എന്താ പറയുക, ഒരു ഇൻറ്റ്യൂഷൻസ് വരുമായിരുന്നു. എനിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പൊന്നാനിപ്പിക്കാമല്ലോ, കളിപ്പിക്കാമല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻറ്റ്യൂഷൻസ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഇംപ്ലാന്റേഷൻ പ്രോസസ്സിലാണ് എനിക്കിത് ഉണ്ടായതെന്ന് തോന്നുന്നു. പലർക്കും ആ ഒരു മാതൃത്വം അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഒരു അമ്മയാകുന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഒരു ഇൻറ്റ്യൂഷനായിട്ട് ചിലപ്പോൾ ഫീലായി വരും. ദെൻ ഒരു 11ാമത്തെ റീസൺ എന്ന് പറയുന്നത് മറവിയാണ്. ഈ മറവി നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് കൂടുതലായിട്ട് അനുഭവപ്പെടും. അനുഭവപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന ക്ഷീണം, നമ്മളിൽ വരുന്ന വോമിറ്റിംഗ് ടെൻഡൻസി, നമുക്ക് വരുന്ന ബാക്ക് പെയിൻ, നമുക്ക് വരുന്ന മൂഡ് സ്വിങ്സ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. ഹോർമോൺ കൂടുന്നു, ചിലതിൽ കുറയുന്നു, അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് കുറയുന്നു, ഡൈജഷൻ സിസ്റ്റം എല്ലാം കുറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ ഒരുപാട് വോമിറ്റിംഗ് അനുഭവപ്പെടും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കിങ്ങനെ മറവി അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. ദെൻ 12ാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബർപ്പിംഗ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഗ്യാസ് പോകുന്നതായിട്ട് തോന്നുന്നു. അതായത് പ്രത്യേകിച്ചൊരു ഫാക്ടർ റീസണൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഗ്യാസ് മേളിൽ കൂടെ ആയാലും കീഴ്വായു ആയാലും നമുക്കിങ്ങനെ ഗ്യാസ് പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകുന്നതിനുള്ള കാരണത്തെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ പറയുന്ന കാര്യങ്ങളനുസരിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഗ്യാസ്ട്രിക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആകാനായിട്ടുള്ള സാധ്യതയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ദെൻ 13ാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ് കുറയുന്നു. ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെയായി വരുന്നു. നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ട് വരുന്നു. ഇങ്ങനെയുള്ള ഫോക്കസൊക്കെ കുറയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. അടുത്തത് 14ാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രീത്തിങ്ങിലെ ഷോർട്ട്നെസ് അനുഭവപ്പെടുന്നു. നമ്മൾ പെട്ടെന്ന് കിതക്കുന്നതായിട്ട് തോന്നുന്നു. ഈ ബ്രീത്ത് നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്തോറും നമ്മളിങ്ങനെ കിതക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നടക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ കിതയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ കിതയ്ക്കും. ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും ഡെയിലി നമ്മൾ നടക്കുന്ന നടത്തവും അതുപോലെ സ്റ്റെയർ കയറുന്നതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ തുടക്കത്തിൻ്റെ സമയത്ത് നമുക്ക് ഈ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒരുപാട് അനുഭവപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇരട്ടി ഓക്സിജൻ വേണ്ടി വരുന്ന ഒരു സ്റ്റേജ് ആണല്ലോ ഇത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കിതപ്പ് അനുഭവപ്പെടാനായിട്ട്, ഓക്സിജൻ സപ്ലൈ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കിതപ്പ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഫുഡ് അവേർഷൻ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഭക്ഷണത്തിനോട് താല്പര്യക്കുറവ് ചിലപ്പോൾ ചില ഭക്ഷണങ്ങളോട് തോന്നും. അതുപോലെ ചില ഭക്ഷണങ്ങളോട് താല്പര്യം കൂടുതലും തോന്നും. ഇങ്ങനെ ഫുഡ് അവേർഷൻ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഒരു ഭക്ഷണത്തിനോട് താല്പര്യം കൂടുതലില്ലാത്തവരും ഒരു ഭക്ഷണത്തിനോട് താല്പര്യം കുറവ് തോന്നുന്നവരും അങ്ങനെ ഇല്ലാതെയും പ്രഗ്നൻസി ഉണ്ടാവാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ല് നമുക്ക് ഇഷ്ടമാകാതെ വരുന്നു. ഇത് നമുക്ക് പ്രീമെൻസ്ട്രൽ സിംറ്റമായിട്ടും ഉണ്ടാകാറുണ്ട്. അതായത് പീരീഡ് ആകുന്നതിന് കുറച്ച് 1-2 ദിവസം മുമ്പ് മാത്രമേ ഈ പ്രീമെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ നിങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പ്രഗ്നൻസിയുടെ കാരണമാകാനായിട്ടാണ് സാധ്യതകൾ കൂടുതൽ കേട്ടോ. അടുത്തത് 16ാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് വയറിലെ ചൊറിച്ചിൽ അനുഭവപ്പെടും. വയറിലെ ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറ് സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങുകയാണല്ലോ. ഇത്തിരി കുഞ്ഞനാണെങ്കിലും ആ കുഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വളർന്നു വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിനകത്ത് അതുവരെ വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞിനൊന്ന് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വയറ് ഓരോ തവണ ഇങ്ങനെ സ്ട്രെച്ച് ആവാനായിട്ട്, അതായത് ഇങ്ങനെ വലിയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ സ്ട്രെച്ച് ചെയ്യാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇച്ചിങ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളങ്ങനെ ചൊറിച്ചിൽ വരുന്ന സമയത്ത് വയറിൽ അങ്ങനെ കയറി ചൊറിയരുത് കേട്ടോ. കാരണം അങ്ങനെ നിങ്ങൾ ചൊറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ട്രെച്ച് മാർക്സ്, അതായത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, സ്ട്രെച്ച് മാർക്സ് നമ്മുടെ വയറിൽ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരൊക്കെ അറിയാം, വെള്ള കളറിൽ നല്ല തിക്കായിട്ടുള്ള വരും. അപ്പോൾ നിങ്ങൾ ചൊറിച്ചിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലപോലെ വെളിച്ചെണ്ണ ഇട്ട് കുളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഇച്ചിങ് അനുഭവപ്പെടുന്നത് കുറയും. ദെൻ 17ാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വായിൽ ഉമിനീര് കൂടുന്നതായിട്ട് അനുഭവപ്പെടും. എപ്പോഴും ഇങ്ങനെ വായിൽ നിന്ന് വെള്ളം വരുന്ന തരത്തിലുള്ള ഒരു സെൻസേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതും നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ വായയിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെ വായിൽ ഉമിനീര് ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് വോമിറ്റിംഗ് വരുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ അനുഭവപ്പെടാറ് കേട്ടോ. ദെൻ 18ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വയറ് തുടിക്കുന്നതായിട്ട് തോന്നും. വയറ് തുടിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ചില സമയങ്ങളിൽ അനുഭവപ്പെടില്ല, ഒന്ന് തുള്ളിച്ചാടുന്നത് പോലെയായിട്ടുള്ളൊരു ഫീലിംഗ് നമ്മളുടെ വയറിൻ്റെ ഓരോ ഭാഗത്ത് അനുഭവപ്പെടും. ഇത് ഗ്യാസ് കയറുമ്പോഴും അനുഭവപ്പെടാം കേട്ടോ. പക്ഷേ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ 18 എണ്ണമായിട്ട് ഞാൻ പറയുന്നത് ഇത്രയുമാണ്. കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.